നടന്നിട്ടുണ്ട്. അഭിനേതാവ് എന്ന രീതിയിൽ കുറച്ചും കൂടി പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഈ സിനിമയിലെന്ന് തോന്നിയോ? അത് അതിൻ്റെ അകത്ത് നമുക്ക് ആ ക്യാരക്ടർ അത്രേ ഉള്ളൂ, ആ ക്യാരക്ടറിൻ്റെ ആവശ്യം അത്രേ ഉള്ളൂ. എന്നോട് എങ്ങനെ സംഭവം ചെയ്യാൻ എന്താണ് നമുക്കൊരു സീനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ആക്ടർ തന്നെ ഒരു സീനോ 100 സീനോ എന്നുള്ളതല്ല. ഇഷ്ടപ്പെട്ടപ്പോൾ ആ സബ്ജക്റ്റ് കേട്ടപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഡാർവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട്. വിനു ഒക്കെ പറയുമ്പോൾ അവർ ഗ്യാങ്ങിനോട് ഇഷ്ടവും സ്നേഹവും കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല രസമല്ലേ സംഭവം. സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമുക്ക് സ്പോയിലേഴ്സ് ഉള്ള കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളാണ്. അതായത് അശോകന്റെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെയൊക്കെയാണ് കഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടത് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു. അതൊക്കെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു. ഇത്രയും 2 സംഭവങ്ങൾ അതൊക്കെയാണെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സംഭവങ്ങൾ നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഉഗ്ര സംഭവം അല്ലേ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം അല്ലേ. അതായിട്ട് കലക്കിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് വരണം സെക്കൻഡ് ഹാഫ് വരണം എന്ന് പറയുന്നൊരു സംഭവം തമ്മിലുള്ള ആ വ്യത്യാസം കാണിക്കുന്നുണ്ട് അതിൽ ശരിക്കും അല്ലേ. അത് നന്നായി ചിത്രീകരിച്ച് നല്ല RR നല്ല ടേക്കിങ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. 2 ഗെറ്റപ്പുകൾ എങ്ങനെയാണ്? അതിനധികം സമയം എടുത്തോ? ഇല്ലില്ല, അതൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തു. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തു. നല്ല സിനിമയുടെ ഭാഗമായത് സന്തോഷമുണ്ട്, വളരെ സന്തോഷമാണ്. അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പം നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം. ഇതിനൊരു പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് അത്. അതിൻ്റെ സീൻ്റെ എണ്ണം കൂടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. താങ്ക് യു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യവും 2ാമത്തെ പ്രാവശ്യം മിസ് ചെയ്ത് പോയ കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, അപ്പം അത്രയ്ക്കും ശ്രദ്ധിക്കാതെ പോയ കുറച്ചും കൂടെ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മുടെ ക്രൂവിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇപ്രാവശ്യം കണ്ടത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം 2 പ്രാവശ്യം കണ്ടത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ക്രൂവിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കൂടെ കാണുന്ന വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയപ്പോൾ സന്തോഷം. അന്നവരോട് പോലീസ് ഉദ്യോഗസ്ഥരും പണം കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നു? കണ്ടവരെ എല്ലാവരും കുറച്ച് പേര് വന്നിട്ട് നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായി. പിന്നെ അവർക്കൊക്കെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. അതായത് ഇത് അന്വേഷകരുടെ കഥയല്ലേ, അന്വേഷകരുടെയും പിന്നെ അന്വേഷണങ്ങളുടെയും കഥയല്ലേ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചൊക്കെ റിലേറ്റബിൾ ആയിട്ട് ഉണ്ടായിരുന്നായിരിക്കും. കാരണം നമ്മുടെ സിനിമയെ നമുക്കൊരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ സന്തോഷം തോന്നി. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നായിരിക്കും. കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചും കൂടെ എന്തായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു ആർട്ട് വർക്ക്. അപ്പോൾ അങ്ങനെ സാധാരണ പോലീസ് സ്റ്റോറി പോലെ ഫൈറ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ എൻഗേജ് ചെയ്യിക്കുന്നത് തോന്നിയിട്ടുണ്ട്? അത് നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. എപ്പോഴും ഒരു പടത്തിൻ്റെ വിജയത്തിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് പറയേണ്ട പേരുകൾ അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഡാവിൻ ചേട്ടനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ജിൻ ചേട്ടൻ, പിന്നെ ഈ മൂവി പ്രേക്ഷകരിലോട്ട് എത്തിച്ച തിയേറ്റർ ഓഫ് ഡ്രീംസ്, എല്ലാവരെയും അതിനെ പ്രശംസിക്കണം. പിന്നെ ഓഫ്കോഴ്സ് ആക്ടേഴ്സിനെയും എല്ലാവരും അവരവർക്ക് കിട്ടിയിരിക്കുന്ന സ്പേസിൽ നിന്ന് മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാനല്ല പ്രേക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു കേട്ടോ.